ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയപ്പോൾ മുതൽ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചവയായിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ബങ്കർ ബസ്റ്ററുകൾക്ക് വേണ്ടിയായിരുന്നു ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടിയതും. ഒടുവിൽ അമേരിക്ക അത് പ്രയോഗിക്കുകയും ചെയ്തു. എന്നാൽ ആണവായുധ കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ നശിച്ചോ എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതവിടെ നിൽക്കട്ടെ, എന്താണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ? ഭൂമിക്കടിയിലെ സങ്കീർണ നിർമ്മാണങ്ങൾ, അതായത് ഒളിത്താവളങ്ങൾ, ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ പ്രയോഗിക്കുന്നതാണിത്. ഇത്തരം ലക്ഷ്യങ്ങൾ തകർക്കാനായി വികസിപ്പിച്ചെടുത്തതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഈ ബോംബുകൾ വളരെ ശക്തമായതും ഉയർന്ന പെനിട്രേഷൻ ശേഷിയുള്ളതുമാണ്. ശക്തമായ കോൺക്രീറ്റ് കവചങ്ങളെ മറികടന്ന് തുളഞ്ഞിറങ്ങി ടണലുകൾക്കുള്ളിലും ബങ്കറുകൾക്കുള്ളിലും തന്ത്രപ്രധാനമായ ഭൂഗർഭ താവളങ്ങളിലും കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തിലാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുക. സാധാരണഗതിയിൽ ബോംബുകൾ പ്രയോഗിക്കുക അതിനായി തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ നിന്നാണ്. ഏകദേശം 13.6 ടണ്ണാണ് ഇതിന്റെ ഭാരം. നിലവിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ ബോംബർ കൈവശമുള്ള ഏക രാജ്യം US ആണ്. GBU 57A-B മോപ്പ് എന്നാണ് അമേരിക്കയുടെ പക്കലുള്ള ബങ്കർ ബസ്റ്ററിന്റെ പേര്. അമേരിക്കൻ വ്യോമസേന 1991 ഗൾഫ് യുദ്ധത്തിനായാണ് ഇവ ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. ഏകദേശം 2300 കിലോഗ്രാം ഭാരമുള്ള ബോംബാണിത്. എന്നാൽ ഈ ബോംബുകൾ പ്രയോഗിക്കുന്നതോടെ അന്തരീക്ഷ മാറ്റത്തിനും ജനജീവിതത്തിനും ഭീഷണിയാകാനുള്ള സാധ്യത കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ആണവായുധത്തിന്റെ ശക്തിയുണ്ടെന്ന്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും അപകടകാരിയായ ആയുധങ്ങളിലൊന്നാണ്. ഇത് പരമാവധി കൃത്യതയോടെ കനാൽ ഭൂഗർഭ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ സജ്ജമാണ്. എന്നാൽ ഇതിന്റെ ഉപയോഗം ആഗോളതലത്തിൽ സുതാര്യതയോടെ അനാവശ്യ നാശം വരുത്താതെ ആയിരിക്കണമെന്നത് ഓരോ രാഷ്ട്രത്തിനുമുള്ള ഉത്തരവാദിത്വമാണ്.